ലംഘിക്കാനുള്ളതല്ല എന്ന് നമുക്കറിയാം. ലോകത്ത് പല രാജ്യങ്ങളിലായി കേട്ടാൽ വിചിത്രം എന്ന് തോന്നുന്ന നിയമങ്ങളും അക്കൂട്ടത്തിലുണ്ടാകും. പുറമേ നിൽക്കുന്നവർക്ക് ചിരിയും വിസ്മയവും ഉണ്ടാക്കുന്ന ഇത്തരം നിയമങ്ങളുടെ പിന്നിൽ ഓരോ ഉദ്ദേശങ്ങളുമുണ്ട്. ചിലത് തീർത്തും വിഡ്ഢിത്തമായി നമുക്ക് തോന്നാമെങ്കിലും നിയമം തന്നെയാണല്ലോ. ജപ്പാനിൽ നിലനിൽക്കുന്ന ഒരു വിചിത്രമായ നിയമത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതായത്, ജാതിയും മതവും പരിഗണിക്കാതെ വ്യക്തികൾ ഒരേ കുടുംബ പേര് സ്വീകരിക്കണം എന്നത് നിർബന്ധമാണ്. ഇനി അത് പാലിച്ചില്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടതായും വരും. ഈ നിയമം ജപ്പാനിലെ സുപ്രീം കോടതി ശരിവെച്ചതോടെ 1898 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഈ നിയമത്തിന് തുടക്കം കുറിക്കുന്നത് ജപ്പാനിലെ മെയ്ജി കാലഘട്ടത്തിലാണ്. ജപ്പാനിൽ പുരുഷന്മാരാണ് കുടുംബത്തെ നയിക്കുന്നതെന്നും കുട്ടികളും സ്ത്രീകളും അവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കണമെന്ന കാഴ്ചപ്പാടോടുകൂടിയ ജന്മിത്വ സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. ഒപ്പം ജപ്പാനിലെ ജനസംഖ്യ ഏകദേശം 125 ദശലക്ഷമാണെന്ന് മെട്രോയുടെ റിപ്പോർട്ടും വ്യക്തമാക്കുന്നു. ജപ്പാനിൽ മുഴുവൻ ജനസംഖ്യയുടെ 1.5% വരുന്ന ആളുകളും സാറ്റോ എന്ന കുടുംബ പേരാണ് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, 2022 2023 ഇടയിൽ സാറ്റോ എന്ന കുടുംബ പേര് സ്വീകരിച്ചവരുടെ നിരക്ക് ഏകദേശം 100% വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ നിയമം തുടർന്നു പോവുകയാണെങ്കിൽ അതിൽ ധാരാളം അനന്തരഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് ടോഹോക്കു സർവകലാശാലയിലെ പ്രൊഫസറായ ഹിരോഷി യോഷിത പറയുന്നത്. അതായത്, ഈ നിയമം പിന്തുടർന്നാൽ എല്ലാ വ്യക്തികളും പരസ്പരം പേരുകളോ നമ്പറുകളോ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യേണ്ട ഒരു ദിവസം വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. കൂടാതെ എല്ലാവർക്കും ഒരേ പേരുള്ള ഒരു രാഷ്ട്രം പലതരത്തിലുള്ള അസൗകര്യങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇത് വ്യക്തിയുടെ അന്തസ്സിന് കോട്ടം തട്ടാൻ കാരണമാകുമെന്നും ഹിരോഷി യോഷിത വ്യക്തമാക്കി. അതോടൊപ്പം ഈ നിയമം കുടുംബപരവും പ്രാദേശികപരവുമായ പൈതൃകവും നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ജാതിയോ മതമോ പരിഗണിക്കാതെ ഒരേ കുടുംബ പേര് നിർബന്ധമാക്കുന്ന ജപ്പാനിലെ ഈ നിയമം സാമൂഹിക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നും പലരും വിലയിരുത്തുന്നുണ്ട്. ചില കുടുംബ പേരുകളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് വ്യക്തിത്വം, അന്തസ്സ്, കുടുംബപരവും പ്രാദേശികവുമായ പൈതൃകത്തിന്റെ സംരക്ഷണം എന്നിവയെക്കുറിച്ചും ആശങ്കകൾ ഉയരുന്നുണ്ട്.